കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 6 പേരും, അതായത് ഉമ്മയും മരിച്ചു എന്നുള്ളത് വിവരം വരുന്നുണ്ട്. അതൊന്നും കൂടെ സ്ഥിരീകരിക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൽ ലഭിക്കുന്ന വിവരം അഫാൻ പോലീസിനോട് എലിവിഷം കഴിച്ചു എന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസ് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളൊരു മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഉമ്മുമ്മയോട് 2 ദിവസം മുമ്പ് അവരുടെ സ്വർണ്ണമാല ഇയാൾ പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. അവരത് കൊടുത്തില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ അതിൻ്റെ വിരോധത്തിലാണോ ഉമ്മുമ്മയെ അവിടെ പോയി കൊലപ്പെടുത്തിയത് എന്നുള്ള സംശയവും പോലീസിനുണ്ട്. അപ്പോൾ പോലീസിനിപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നുറുങ്ങായിട്ട് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ, ഒന്ന്, ഇയാൾ എലിവിഷം കഴിച്ചു എന്ന് പോലീസിനോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. മറ്റൊന്ന്, ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ള വിവരം ചില ബന്ധുക്കൾ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഈ കൊല്ലപ്പെട്ട ഉമ്മുമ്മ അവരോട് അവരുടെ സ്വർണ്ണമാല വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അവരത് നിരസിക്കുകയായിരുന്നു എന്ന് ഉള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത, 6ാമത്തെ ആളും, അതായത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അഫാൻ്റെ ഉമ്മയും മരിച്ചു എന്നുള്ളത് പോലീസ് അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ 6 കൊലപാതകങ്ങൾ ഇയാൾ നടത്തി എന്നുള്ള ഒരു വിവരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന, സമീപകാലത്ത് ഇത്രയും ഹീനമായ ഒരു കുറ്റകൃത്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകില്ല. ചെന്താമരയുടെ കേസാണ് നമ്മൾ അവസാനം ചർച്ച ചെയ്തത്, കൂട്ടക്കുരുതി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇത് നമ്മൾ അവിശ്വസനീയമായ ഒരു കൂട്ടക്കുരുതിയായി പോയി. 2 കുടുംബങ്ങളെയും നിശേഷം ഇദ്ദേഹത്തിന്റെ പിതാവ് എന്തായാലും വിദേശത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. മയക്കുമരുന്നിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇതുപോലൊരു ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിനിഷ്ഠൂരമായ, നികൃഷ്ടമായ ഒരു കൊല നടന്നിരിക്കുന്നു വെഞ്ഞാറമൂട്ടിൽ. 6 പേരുടെ മരണവും ഏതാണ്ട് 5 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഉമ്മ കൂടി മരണത്തിന് കീഴടങ്ങി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന 13 വയസ്സുള്ള അഫ്സാനും ഈ കൊലക്കത്തിക്ക് ഇരയായിരിക്കുന്നു. അഫാൻ എന്ന പ്രതിയുടെ ക്രൂരകൃത്യത്തിന് 6 കൊല നടത്തിയിട്ട് ഞാൻ വന്നിരിക്കുകയാണെന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയായിരുന്നു ഇയാൾ. 5 മരണമാണ് ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യം മരിച്ചത് 88 വയസ്സുള്ള സൽമ ബീവി എന്ന ആളാണ്. സൽമ ബീവി ഈ കൊലപാതകം നടത്തിയ അഫാന്റെ ഉമ്മുമ്മയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് സ്വർണ്ണമാല വിൽക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു, കൊടുത്തില്ല. ആ കൊടുക്കാത്തതിന്റെ വൈരാഗ്യമുണ്ട് എന്ന സൂചന ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. 88 വയസ്സുള്ള സ്വന്തം അമ്മൂമ്മയാണ് ഇയാൾ ആദ്യം കൊലപ്പെടുത്തിയത്. അതിനുശേഷം സ്വന്തം വീട്ടിലാണ് ഉമ്മയെയും അതുപോലെ തന്നെ പെൺസുഹൃത്തിനെയും സഹോദരനെയും ആക്രമിച്ചു കൊന്നത്. അതിനുശേഷം ഈ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തി അവരുടെ മാതാപിതാക്കളെ കൂടി കൊന്നുകളയുകയായിരുന്നു. നിഷ്ഠുരം, നികൃഷ്ടം എന്ന ഒറ്റ വാചകത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കേരളം നടുക്കുന്ന വലിയ ഒരു കൂട്ടക്കൊല തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുകയാണ്. 6 പേരെ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. ഒരു നരാധമൻ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 6 പേരും മരിച്ചിരിക്കുന്നു. പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഇയാൾ വിദേശത്തായിരുന്നു കുറച്ചുനാൾ. വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയി തിരികെ എത്തിയ ആളാണ് ഈ അഫാൻ. മയക്കുമരുന്നിന് ഇരയായിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ ലഭ്യമാവുകയാണ്. അനന്തകൃഷ്ണൻ തുടരുന്നു. അനന്തൻ, നമ്മൾക്ക് ഈ സമീപകാലത്ത് നടന്ന ഇതുപോലെയുള്ള മനസ്സ് മരവിപ്പിക്കുന്ന കൂട്ടക്കൊലകളിലെല്ലാം മയക്കുമരുന്നിന്റെ സാന്നിധ്യമുണ്ട്. ഇതും മയക്കുമരുന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതായി പ്രാഥമികമായി പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് എന്താണ് ഈ കൊലപാതകത്തിന്റെ കൂട്ടക്കുരുതിക്ക് കാരണം എന്നുള്ള വിവരങ്ങൾ പോലീസ് തേടുമ്പോഴാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നത്. ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ള വിവരം ഈ ബന്ധുക്കൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ലഹരിയിലാണോ ഈ കൊലപാതകം നടത്തിയത്? ഏതായാലും ഇയാളുടെ പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഈ കൊലപാതക പരമ്പരയിൽ ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും പേരെ കൊല്ലാനുള്ള ഒരു മാനസികമായ കെൽപ്പ് ഒരു മനുഷ്യൻ ഉണ്ടാവുക അസ്വാഭാവികമാണ്.